നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് സ്ക്രൂ ഗേജ് ആണ്. ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. വെർനിയറിനെക്കാട്ടിൽ അതായത് നമുക്ക് എത്രമാത്രം ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ സ്ക്രൂ ഗേജിന് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നുണ്ട്, നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 മില്ലിമീറ്റർ ആണ്. വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. അതിനെക്കാട്ടിൽ ലീസ്റ്റ് കൗണ്ട് കുറവുള്ളതാണ് ഏത് സ്ക്രൂ ഗേജ്. അത്രമാത്രം ചെറിയതായിട്ടുള്ള ചെറിയ വയറിന്റെ അല്ലെങ്കിൽ ഒരു തലമുടിയുടെ പോലും തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഏത് വെച്ച് സ്ക്രൂ ഗേജ് വെച്ച്. ഈ സ്ക്രൂ ഗേജിന് മറ്റൊരു പേരുണ്ട്. സ്ക്രൂ ഗേജ് ഈസ് ഓൾസോ കോൾഡ് മൈക്രോമീറ്റർ. എന്തുകൊണ്ടാണ് സ്ക്രൂ ഗേജിനെ മൈക്രോമീറ്റർ എന്ന് പറയാനുള്ള കാരണം? മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. 10⁻6 എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാണ്. 10⁻⁻6 എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചെറുതാണ്. വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുടെ പോലും നമുക്ക് തിക്നെസ്സോ റേഡിയസോ ഡയമീറ്ററോ വോളിയോ ഒക്കെ കണ്ടുപിടിക്കാൻ ഏതുകൊണ്ട് പറ്റും? സ്ക്രൂ ഗേജ് കൊണ്ട് പറ്റും. നമുക്ക് സ്ക്രൂ ഗേജിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഓക്കെ വാ. സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന അപ്പാരറ്റസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യം എഴുതേണ്ടത് എന്ത് തന്നെയാണ്? ലീസ്റ്റ് കൗണ്ടാണ്. അന്നേരം നിങ്ങൾ അറിയേണ്ടത് ഈ ലീസ്റ്റ് കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ദി ലീസ്റ്റ് കൗണ്ട് എന്ന് എന്നോട് എഴുതിയിട്ടുണ്ട്. അന്നേരം ആദ്യം എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസ് മൂഡ് ഇൻ 10 റൊട്ടേഷൻസ് AC = 10 മില്ലിമീറ്റർ. അതെങ്ങനെ കിട്ടിയെന്ന് പറയാം. ഇതാണ് പിച്ച് സ്കെയിലിലെ 0. ഇത് ഹെഡ് സ്കെയിലിലെ 0. പിച്ച് സ്കെയിലിലെ 0യും ഹെഡ് സ്കെയിലിലെ 0യും. ഇത് 10 വട്ടം റൊട്ടേറ്റ് ചെയ്യണം. ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പം ഇത് തിരിച്ച് വീണ്ടും 0 ആവുമ്പോഴാണ് 1 റൊട്ടേഷൻ. അന്നേരം നമുക്ക് ഇതിനകത്തെ 1 കാണാം. ഒരു വട്ടോടെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് പിച്ച് സ്കെയില് 2 കാണാം. അങ്ങനെയാണെങ്കിൽ 10 വട്ടം റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ 10 വട്ടം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എവിടെ വരും? 10ൽ വരും. അതാണ് ഡിസ്റ്റൻസ് മൂഡ് ഇൻ 10 റൊട്ടേഷൻസ് AC = 10 മില്ലിമീറ്റർ. ഓരോന്നും ഓരോ മില്ലിമീറ്റർ ആണ്. അന്നേരം 10 മില്ലിമീറ്റർ. ഇനി പിച്ച് ഓഫ് ദി സ്ക്രൂ കണ്ടുപിടിക്കണമെങ്കിൽ P = S/10. S എന്ന് പറയുന്നത് 10 ആണ്. 10/10 എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അന്നേരം പിച്ച് ഓഫ് ദി സ്ക്രൂ കണ്ടുപിടിച്ചു 1 മില്ലിമീറ്റർ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. ഇതല്ലേ ഹെഡ് സ്കെയിൽ. ഇതിനകത്ത് എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ 0, 10, 20, 30, 40, 50, 60, 70, 80, 90 കഴിഞ്ഞിട്ടുള്ള 0 എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ട് എടുക്കുക. അന്നേരം ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി ഹെഡ് സ്കെയിൽ എന്ന് പറയുന്നത് small n = 100. Then we can calculate least count. നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. P/N. P എന്ന് പറഞ്ഞാൽ പിച്ച് ഓഫ് ദി സ്ക്രൂ, ബൈ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1/100. 1/100 എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ. അവിടെ നിങ്ങൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് 0.01 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. 0.01 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ അത് വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ടാണ്. 0.01 മില്ലിമീറ്റർ എന്ന് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രമേ ലീസ്റ്റ് കൗണ്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്ക്രൂ ഗേജിന് മാർക്ക് കിട്ടത്തുള്ളൂ. 0.01 മില്ലിമീറ്റർ. അന്നേരം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത് പക്ക ഓക്കെ അല്ലോ. ഓക്കെ വാ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ലീസ്റ്റ് കൗണ്ട് എന്നുള്ളതിന് നിങ്ങൾ ഈ 1, 2, 3, 4 സ്റ്റെപ്പ് നിർബന്ധമായിട്ട് എഴുതണമെന്നില്ല. അപ്പോൾ ഒരു അധ്യാപകർ എക്സ്റ്റേണൽ അധ്യാപകർ വന്നിട്ട് പറയുകയാണ് ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ മാത്രം നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് അഡീഷണൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്ക്രൂ ഗേജ് = 0.01 മില്ലിമീറ്റർ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 0 കറക്ഷൻ അല്ലെങ്കിൽ 0 എറർ ആണ്. ഇതാണ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ഒരു സ്ക്രൂ ഗേജിന്റെ 0 കറക്ഷനും 0 എററും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമുക്ക് 0 കറക്ഷൻ നോക്കാം. ഉദാഹരണം, ഇത് പിച്ച് സ്കെയില് 0 ആണ്. അതുകൊണ്ട് ഈ വര പിച്ച് സ്കെയില് 0 ആണ്. ഈ വര നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇത് ഹെഡ് സ്കെയില് 0 ആണ്. ഇതിപ്പം പിച്ച് സ്കെയിലിലെ വരെയും ഹെഡ് സ്കെയിലിലെ വരെയും ഒരേപോലെ കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. പിച്ച് സ്കെയിലിലെ വരെയും ഹെഡ് സ്കെയിലിന്റെ വരെയും ഒരേപോലെ കോയിൻസൈഡ് ചെയ്താൽ 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അന്നേരം ആദ്യത്തെ രീതി അതാണ്. പിച്ച് സ്കെയിലിന്റെ വരെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പലരും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും.
ഈ ഒരു സൗണ്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ അത് ടൈറ്റ് ആയെന്നാണ്. നിങ്ങൾ കൂടുതൽ സൗണ്ട് കേൾക്കാൻ നോക്കരുത്. ഈ ഒരു ടൈറ്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യരുത്. ഇത് ടൈറ്റ് ആയെന്നാണ്. അതിനുശേഷം നമ്മൾ നോക്കുമ്പം പിച്ച് സ്കെയിലിന്റെ 0യും ഹെഡ് സ്കെയിലിന്റെ 0യും കോയിൻസൈഡ് ചെയ്താൽ 0 കറക്ഷൻ 0. ഇനി ഇതിന്റെ പ്ലസും മൈനസും വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 0 കറക്ഷൻ 0 എറർ. ഞാൻ ഒന്ന് മുമ്പേ പറഞ്ഞ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിച്ച് സ്കെയിലിന്റെ 0യും ഹെഡ് സ്കെയിലിന്റെ 0യും തമ്മിൽ കോയിൻസൈഡ് ചെയ്താൽ 0 കറക്ഷനും അല്ലെങ്കിൽ 0 എററും അവിടെ 0 ആണ്. അതിനകത്തൊരു കൺഫ്യൂഷൻ വരുന്നില്ല. അവിടെ 0 കറക്ഷൻ 0 എററും 0 ആണ്. എന്നാൽ ഇപ്പൊ നിങ്ങളിങ്ങനെ നോക്കിയേ, ഇവിടെ പിച്ച് സ്കെയിലിന്റെ 0 ഇതാണ്, അതിന്റെ താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ 0. പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ 0. അങ്ങനെ ആകുമ്പോൾ നോക്കി, പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ 0 എങ്കിൽ 0 കറക്ഷൻ നെഗറ്റീവാണ്. അത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ 0 എങ്കിൽ 0 കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 0 എറർ. 0 എറർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അന്നേരം നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക, 0യ്ക്ക് മുകളിലാണ് പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിലിന്റെ 0 എങ്കിൽ 0 കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും, 0 എറർ അവിടെ നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ട് അതോടെ ഒന്ന് കാണിച്ചു തരും ഇവിടെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിച്ച് സ്കെയിലിന്റെ മുകളിലാണ് നിങ്ങളിപ്പോൾ ഹെഡ് സ്കെയിലിന്റെ 0 കാണുന്നത്. പിച്ച് സ്കെയിലിന്റെ മുകളിലാണ് ഹെഡ് സ്കെയിലിന്റെ 0 കാണുന്നതെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് 0 കറക്ഷൻ അവിടെ പോസിറ്റീവ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് 0 എറർ നെഗറ്റീവ് ആയിരിക്കും. അന്നേരം ഇത് നിങ്ങൾ ആദ്യം നന്നായിട്ട് മനസ്സിലായിരുന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ തുടങ്ങാൻ, സ്ക്രൂ ഗേജ് ചെയ്യാൻ തുടങ്ങാൻ. ഇനി ഇത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ഇത് എത്രയാണ് പ്ലസ് എത്രയാണ് മൈനസ് എന്ന് അറിയണ്ടേ. ഇപ്പം പിച്ച് സ്കെയിലിന്റെ 0 ഇതാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വരെ 1 2 3 എന്ന് എണ്ണി നിങ്ങൾ ഹെഡ് സ്കെയിലിന്റെ 0 വരെ എണ്ണണം. ഇപ്പം ഇത് 1 2 3 4 5 6 7 8. അന്നേരം ഇത് പ്ലസ് ആണ്. അന്നേരം 0 കറക്ഷൻ +8 ആണ്. 0 എറർ ആണെങ്കിൽ -8 ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. ഒന്നുകിൽ 0 കറക്ഷൻ അങ്ങ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ 0 എറർ. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അല്ലെങ്കിൽ രണ്ടുകൂടെ കൺഫ്യൂഷൻ ആയി പോകും. അന്നേരം ഇവിടെ 0 കറക്ഷൻ +8ഉം അതുകൊണ്ട് അതിനൊന്ന് എഴുതി കാണിക്കാം. 0 കറക്ഷൻ പിച്ച് സ്കെയിലിന്റെ മുകളിലാണ് ഹെഡ് സ്കെയിലിന്റെ 0 എങ്കിൽ 0 കറക്ഷൻ ഇവിടെ എണ്ണിയപ്പം +8ഉം 0 എറർ എന്ന് പറയുന്നത് -8ഉം. അന്നേരം ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഏതിലോട്ട് കടക്കാൻ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലോട്ട് കടക്കാൻ. ഓരോരോ അപ്പാരറ്റസ് വെച്ച് നമുക്ക് ചെയ്യണം. ഓക്കെ വാ. എന്നിട്ട് നമുക്ക് ആദ്യം സ്ക്രൂ ഗേജ് ചെയ്യുന്ന അപ്പാരറ്റസിലൊക്കെ ഇനിയും പരിചയപ്പെടുത്താം. ഇത് നമുക്ക് ഇത് സ്ക്രൂ ഗേജ് ആണ്. ഇത് വയറാണ്, ഒരു തിൻ വയറാണ്. ഈ തിൻ വയറിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ഇത് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഏരിയ ഗ്രാഫ് കൊണ്ട് വരയ്ക്കണം, ഗ്രാഫ് വെച്ച് വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ വോളിയം, ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നതാണ് വോളിയം. അന്നേരം ഗ്ലാസ് പ്ലേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഇത് രണ്ടെണ്ണമാണ് സാധാരണ കോമൺലി യൂസ് രണ്ട് കാര്യങ്ങൾ. ചില സ്കൂളുകളിൽ ഈ ലെഡ് ഷോട്ടിന്റെ വോളിയം കണ്ടുപിടിക്കാനുമുണ്ട്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ക്രൂ ഗേജ് വെച്ച് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ഞാനിപ്പം ആദ്യത്തെ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി വയർ ആൻഡ് ഇറ്റ്സ് വോളിയം. ഏതെങ്കിലും ഒരെണ്ണേ, ഗ്ലാസ് പ്ലേറ്റോ ലെഡ് ഷോട്ടോ വയറോ ഏതെങ്കിലും ഒരെണ്ണേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി വയറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ആൻഡ് ഇറ്റ്സ് വോളിയം കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ എഴുതുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് പ്രിൻസിപ്പിൾ എഴുതുക. CBSE-ക്കാര് പ്രൊസീജിയർ വളരെ വ്യക്തമായിട്ട് എഴുതണം, എന്നിട്ട് പ്രിൻസിപ്പിളും വളരെ വ്യക്തമായിട്ട് എഴുതണം. സ്റ്റേറ്റുകാർ പ്രിൻസിപ്പിൾ മാത്രം എഴുതിയാൽ മതി. വോളിയം ഓഫ് ദി വയർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് V = πr²L. അറിയാം, നമുക്ക് വയറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²L ആണ്. പൈയുടെ വാല്യൂ ഒക്കെ പിന്നീട് കാൽക്കുലേഷൻ നമ്മൾ 3.14 എന്ന് കൊടുത്താൽ മതി. R എന്ന് പറയുന്നത് എടുത്തെഴുതണം, റേഡിയസ് ഓഫ് ദി വയർ, ആൻഡ് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി വയർ. ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ ടാബ്ലർ കോളം വരയ്ക്കണം. ടാബ്ലർ കോളം നല്ല ഗംഭീരമായിട്ട് നല്ല വൃത്തിയായിട്ടും വരയ്ക്കുക. ആദ്യം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, പിന്നെ പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നതാണ് PSR, ഒബ്സർവ്ഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നതാണ് HSR, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നതാണ് HSR, കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അതിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് CHSR, കറക്റ്റഡ്
ഹെഡ് സ്കെയിൽ റീഡിംഗ്. അടുത്ത കോളം കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അടുത്ത കോളം ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് PSR പ്ലസ് CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അടുത്ത കോളം മീൻ, അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക മില്ലിമീറ്റർ. ഓക്കെ വാ. ആദ്യം നമ്മൾ ലീസ്റ്റ് കൗണ്ടിൽ മാറ്റമൊന്നുമില്ല, 0.01 മില്ലിമീറ്റർ ആണ് സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട്. ഇനി നമുക്ക് സീറോ കറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? സീറോ കറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഇത് കറക്റ്റായിട്ട് മുറുക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഇതാണ് പിച്ച് സ്കെയിലിന്റെ 0, ഇത് ഹെഡ് സ്കെയിലിന്റെ 0 ആണ്. പിച്ച് സ്കെയിലിന്റെ 0 മുതൽ 1 2 3 4 5 6 7 8. പിച്ച് സ്കെയിലിന്റെ മുകളിലാണ് ഹെഡ് സ്കെയിലിന്റെ 0 എങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് +8 ആണ്. എപ്പോഴും ഓർക്കുക, സീറോ എറർ എന്ന് പറയുന്നത് -8 ആയിരിക്കും. ഞാൻ സീറോ കറക്ഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, +8. ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിങ്ങനെ ഇത് വെച്ച് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ വയറിൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നേരം വയർ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ വെക്കുന്നു. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഈ ആദ്യത്തെ വര 0 എന്ന് പറയുന്ന ആദ്യത്തെ വര എന്ന് പറയുന്നത് 0 ആണ് പിച്ച് സ്കെയിലിൽ. തൊട്ടടുത്ത വര 1 ക്ലിയറായി കണ്ടാൽ മാത്രമേ നമ്മൾ 1 എന്ന് എഴുതാവുള്ളൂ. ഇതിപ്പോൾ നമുക്ക് 0 മാത്രമേ കാണുന്നുള്ളൂ. അന്നേരം നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1. പിച്ച് സ്കെയിൽ റീഡിംഗ് PSR എന്ന് പറയുന്നത് 0 ആണ്. അന്നേരം നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? 0 എന്ന് എഴുതുക. ഈ പിച്ച് സ്കെയിലിന്റെ വരയ്ക്ക് നേരെ ഏത് വരയാണോ നിൽക്കുന്നത് അതാണ് ഹെഡ് സ്കെയിൽ. പിച്ച് സ്കെയിലിന്റെ വര നേരെ ഹെഡ് സ്കെയിലിന്റെ ഏത് വരയായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതാണ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. ഇത് 69 തൊട്ട് 2 വരയ്ക്ക് താഴെയാണ്. അന്നേരം നമുക്ക് 58 എന്ന് കൊടുക്കാം. അടുത്തത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കോളമാണ് കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 58 ആണ് നമ്മുടെ ഹെഡ് സ്കെയിൽ റീഡിംഗ്. കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സീറോ കറക്ഷൻ +8 ആണ്. അന്നേരം അത് നമുക്ക് +8 ആയിട്ട് നമുക്ക് കൂട്ടണം. അന്നേരം 58 + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ആണ്. ഒരു പക്ഷേ സീറോ കറക്ഷൻ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ 58ന്റെ കൂട്ടത്തിൽ ഇപ്പം -8 ആണെങ്കിൽ 8 കുറയ്ക്കുമ്പോൾ 50 കിട്ടിയേനെ. അങ്ങനെ വേണം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ കോളമാണ്. കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ് 58 ആണ്. സീറോ കറക്ഷൻ +8 ആകുമ്പോൾ കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 58 + 8 എന്ന് പറയുന്നത് 66. അടുത്ത കോളം കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ്, അതാണ് CHSR കറക്റ്റഡ് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 66 × 0.01 എന്ന് പറഞ്ഞാൽ 0.66. അടുത്ത ടോട്ടൽ റീഡിംഗ് PSR പ്ലസ് ആദ്യത്തെ കോളും ഈ ലാസ്റ്റത്തെ കോളോടെ കൂട്ടുക. PSR പ്ലസ് CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0 + 0.06 അങ്ങനെ 0.66. അങ്ങനെ നിങ്ങളൊരു 5 റീഡിംഗ് എടുക്കുക. നമ്മൾ നേരത്തെ വെർണിയറൊക്കെ പറഞ്ഞേക്കുന്ന പോലെ വലിയ മാറ്റങ്ങൾ പിച്ച് സ്കെയിലിൽ ഒരിക്കലും മാറ്റം വരത്തില്ല, കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അടുത്തത് 2 എന്ന് പറയുന്നതും 0 തന്നെയായിരിക്കും. ചെറിയ വ്യത്യാസം നമ്മൾ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം ഉറപ്പായിട്ടും ചെറിയ വ്യത്യാസം നമുക്ക് ഈ ഹെഡ് സ്കെയിൽ റീഡിങ് വരാം. ഇതിനകത്ത് ഇപ്പം കാണിച്ചേക്കുന്നത് 56 ആണ്. അന്നേരം 56 + 8 എപ്പോഴും അത് ശ്രദ്ധിച്ചോണം 64 ആണ്. അന്നേരം 0.64 0.64. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും വയർ നമ്മൾ വേറൊരിടത്തോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു. ഓക്കെ, അന്നേരം പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 0, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 0 കോയിൻസൈഡ് ചെയ്യുന്ന ഏകദേശം ഇത് 57 ആണ്. അന്നേരം 57 + 8 എന്ന് പറഞ്ഞാൽ 65 0.65 0.65. ഓക്കെ, ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ 3 റീഡിംഗ് എടുക്കുന്നു. ഇങ്ങനെ 5 റീഡിംഗ് വരെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീൻ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് ഞാൻ അത് കൃത്യമായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്, അതായത് നമ്മളിപ്പം കണ്ടുപിടിക്കുന്ന ഡയമീറ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പകുതി റേഡിയസ് ആണ്. റേഡിയസ് കണ്ടുപിടിക്കണം, കാരണം πr² ആണ്. അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം പകുതി. എന്നിട്ട് ഈ വയറിൻ്റെ ലെങ്ത് നമ്മൾ സ്കെയിൽ വെച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ വോളിയം. ഓക്കെ, അന്നേരം ഞാൻ 3 റീഡിങ്ങിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 0.66 0.64 0.65. മീൻ എന്ന് പറയുന്നത് 0.65 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാക്സിമം 5 ഒബ്സർവേഷൻ എങ്കിൽ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മീൻ എടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു 3 റീഡിങ്ങിൻ്റെ എടുത്തത്. നിങ്ങൾ 5 എണ്ണം എടുക്കുക, അതാണ് കറക്റ്റ്. 5 എണ്ണം എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോകത്തില്ല. ഇനി ഞാൻ അടുത്ത് ചെയ്തേക്കുന്നത്
ഇതിപ്പോൾ നമ്മൾ മീൻ ഡയമീറ്റർ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഡയമീറ്റർ D = 0.65 മില്ലിമീറ്റർ ആണ് അല്ലേ. മില്ലിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കണമെങ്കിൽ × 10⁻³ മീറ്റർ ആണ്. അതായത് D = 0.65 × 10⁻³ മീറ്റർ. ദെൻ റേഡിയസ് ഓഫ് ദി വയർ. റേഡിയസ് ഓഫ് ദി വയർ എന്ന് പറയുന്നത് R ആണ്. സ്മോൾ r = D/2. നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. D/2. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.65 / 2 എന്ന് പറയുന്നതാണ് 0.325 × 10⁻². അവിടെ എല്ലാം പവർ ശ്രദ്ധിക്കണം. 10⁻³ മീറ്റർ ആണ്. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് ദി വയർ നമ്മൾ കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ദി വയർ L = ലെങ്ത് ഓഫ് ദി വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ വയർ എടുക്കുക, ഒരു സ്കെയിൽ എടുത്തിട്ട് ഇത് നേരെ ഇങ്ങനെ വെക്കുക. ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ടൊരു ലെങ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 14.5 ആണ്. അന്നേരം 14.5 സെന്റിമീറ്റർ. നിങ്ങൾ മാക്സിമം ഇത് നേരെ ആക്കിയിട്ട് വേണം ഇതിന്റെ ലെങ്ത് എടുക്കാൻ. മാക്സിമം നോക്കുക. അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് നേരെ ആക്കണമെന്ന് നിർബന്ധമില്ല. അന്നേരം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 14.5 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്റർ ആക്കണം. 14.5 × 10⁻² മീറ്റർ. അന്നേരം വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ സ്കെയിലിന്റെ ആവശ്യം നമുക്ക് വരും. ഓക്കെ. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വോളിയം ഓഫ് ദി വയർ. അന്നേരം V = πr²L. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14. അന്നേരം ഞാൻ എഴുതി കാണിക്കാം. V = പൈയുടെ വാല്യൂ 3.14 × r². r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.325 × 10⁻³ r² ആണ്. പലരും അവിടെ തെറ്റിക്കും. ഇത് r ആണ്. r² ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 14.5 × 10⁻². ഇത് നമുക്ക് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിന്റെ ഉത്തരം. അത് വോളിയം എപ്പോഴും കിട്ടുന്നത് m3 കാരണം r² m² ആണ്. ലെങ്തിന്റെ മീറ്റർ ആണ്. m² × മീറ്റർ എന്ന് പറയുന്നത് m3 ആണ്. അന്നേരം വോളിയം ഓഫ് ദി വയർ എന്ന് പറയുന്നത് m3 നമുക്ക് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് m3 കിട്ടും. ഓക്കെ വാ. അന്നേരം നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത് V = പൈക്ക് വരും 3.14 × r² വരെ 0.325 × 10⁻³ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു L വരെ 14.5 × 10⁻². നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പവർ എല്ലാം അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്കൊരു ലോജിക്ക് വേണം. 3.14 × 0.325 സ്ക്വയർ ആണ്. അന്നേരം 0.325 × 0.325 × 14.5 ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര? 4.809 കിട്ടും. ഇൻറ്റു 10⁻³ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. 10⁻6 × 10⁻² എന്ന് പറഞ്ഞാൽ A⁻m × A⁻n എന്നുള്ള രീതിയിൽ 10⁻8. അന്നേരം നമ്മൾ അങ്ങനെ വേണം എഴുതാൻ. പവർ പിന്നീട് ചെയ്യുക, ബാക്കിയുള്ളവരുടെ മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം 4.809 × 10⁻8 m3. ഇനി നമ്മൾ ലാസ്റ്റിൽ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എഴുതി വരുന്നത്. റിസൾട്ട് എഴുതുക. വോളിയം ഓഫ് ദി വയർ ഈക്വൽ V = അത് എടുത്ത് എഴുതുക 4.809 × 10⁻8 m3. റിസൾട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയും. ഷുവറാണ്. റിസൾട്ട് മസ്റ്റായിട്ടും എഴുതി നിർത്തുക. ഇതിപ്പോൾ നമ്മൾ വയർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഗ്ലാസ് പ്ലേറ്റ് ചെയ്യണം. ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ്സും ഏരിയ ഗ്രാഫ് വെച്ചൊക്കെ നമുക്ക് വരയ്ക്കണം. അന്നേരം അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഓക്കെ വാ. അന്നേരം സ്ക്രൂ ഗേജ് വെച്ച് നമ്മളിപ്പം വയറിന്റെ റീഡിങ്ങും വോളിയം എല്ലാം കണ്ടുപിടിച്ചു, അതിന്റെ റിസൾട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്ലാസ് പ്ലേറ്റ് ആണ്. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് ഗ്ലാസ് പ്ലേറ്റ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ഒരുപാട് പേർക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതാണ് ഗ്ലാസ് പ്ലേറ്റ്. ഈ ഗ്ലാസ് പ്ലേറ്റ് പല ആകൃതിയിൽ ഗ്ലാസ് പ്ലേറ്റ് കാണും. ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് നമ്മൾ സ്ക്രൂ ഗേജ് വെച്ച് കണ്ടുപിടിക്കും. എൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് പേപ്പറിനകത്ത് ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടാണ് അതിന്റെ റീഡിങ് എടുക്കുന്നത്. അതെല്ലാം ഞാനൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നതാണ് വോളിയം. നമുക്ക് ആദ്യം ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് കണ്ടുപിടിക്കാം. എന്നാൽ ഞാനിവിടെ നിങ്ങളൊരു ഒന്നുകിൽ ഗ്ലാസ് പ്ലേറ്റോ അല്ലെങ്കിൽ വയറോ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഗ്ലാസ് പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് സ്ക്രൂ ഗേജിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നെങ്കിൽ ഇതുപോലെ എയിമായിട്ട് ടു മെഷർ ദി വോളിയം ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ്, ഫൈൻഡ് ഇറ്റ്സ് തിക്നെസ് ആൻഡ് ഏരിയ. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് V = A × T. ഇതൊരു ബോക്സിനകത്താക്കി ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ബോക്സിനകത്താക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ആണ്. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ആണ്. അത് നമുക്ക് തിക്നെസ് ആദ്യം കണ്ടുപിടിക്കണം. അന്നേരം
റീഡിങ്സ് ഫോർ ദി തിക്നെസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ടാബുലർ കോളം വരച്ചു. നമ്മുടെ സീറോ കറക്ഷൻ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സീറോ കറക്ഷൻ ഇതിനകത്ത് +8 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു സീറോ എറർ ഓപ്പോസിറ്റ് ആണ്, അത് -8 ആണ്. പിന്നെ ടാബുലർ കോളം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, PSR, HSR, CHSR. PSR എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ്, HSR എന്ന് പറഞ്ഞാൽ ഹെഡ് സ്കെയിൽ റീഡിംഗ്, CHSR എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ്, CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ. ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ PSR പ്ലസ് CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, എന്നിട്ട് എൻ്റെ മീൻ. എന്നിട്ട് ഞാനൊരു 3 റീഡിംഗ് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുള്ള തിക്നെസ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ടാബുലർ കോളം എല്ലാം പരിചയപ്പെട്ടു. നമ്മൾ സ്ക്രൂ ഗേജ് ഇങ്ങനെ പതുക്കെ ഇതാക്കിയതിനു ശേഷം ഇതിനകത്തോട്ട് ഗ്ലാസ് പ്ലേറ്റ് വെക്കുന്നു. എന്നിട്ട് നമുക്കിത് നമ്മൾ മുറുക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കണം, ഇതിനകത്ത് നമുക്ക് PSR എടുക്കണം. എന്നിട്ട് ആദ്യത്തെ വരെ 0, രണ്ടാമത്തെ വരെ 1, 2, 3, 4. നമുക്ക് 4 വരെ നന്നായിട്ട് കാണാം PSR. എന്നിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1, PSRന്റെ അവിടെ നിങ്ങൾ 4 എന്ന് എഴുതുക. ഈ ഡിവിഷൻ, അതായത് PSRന്റെ നണ്ട് ഈ വര, ഈ റെഫറൻസ് ലൈന് ഏത് ഹെഡ് സ്കെയിലിന്റെ വരയായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതാണ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. ഇതിനകത്തിപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നത് 90 ആണ്. HSR എന്ന് പറയുന്നത് 90. CHSR എന്ന് പറയുന്നത് നമുക്ക് സീറോ കറക്ഷൻ +8 ആയതുകൊണ്ട് 90 + 8 എന്ന് പറഞ്ഞാൽ 98 ആണ്. CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 98 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 0.98. ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ PSR പ്ലസ് CHSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഈ കോളോടെ കൂട്ടി എഴുതുക. എന്നിട്ട് നമുക്ക് 4.98 എന്ന് കിട്ടും. ഇതാണ് ഒരു റീഡിംഗ്. കാരണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗ്ലാസ് പ്ലേറ്റ് വെക്കുക, നമ്മൾ ഒരു സൗണ്ട് കേട്ടു, മുറുക്കി, അതിനുശേഷം PSR നമ്മൾ എണ്ണിയെടുക്കുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന PSRന്റെ റീഡിംഗ് നോക്കുക 4. എന്നിട്ട് ഈ ലൈൻ ഹെഡ് സ്കെയിലിൽ ഏതുവരെയായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതാണ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. അത് ഞാൻ 90 ആയിട്ട് എഴുതി. 90 കിട്ടിയ 98 എഴുതി. കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എപ്പോഴും ശ്രദ്ധിക്കണം. +8 ആയതുകൊണ്ടാണ് ഞാൻ 90 + 8 98 എഴുതിയത്. എന്നിട്ട് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യണം, എന്നിട്ട് ലാസ്റ്റ് കൗണ്ട്. അങ്ങനെ ഞാനൊരിപ്പം 3 റീഡിംഗ് ഞാൻ ഇപ്പം എടുക്കും. 3 റീഡിംഗ് എടുത്തിട്ട് മീൻ നിങ്ങളെ ഇപ്പം ചെയ്ത് കാണിക്കാം. അപ്പം 3 റീഡിംഗ് ഞാൻ ഇതെടുത്തിട്ട് മീൻ എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു റീഡിംഗ് ഞാൻ മുമ്പ് എടുത്ത് കാണിച്ചായിരുന്നു നിങ്ങളെ. അന്നേരം നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4 ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിച്ച് സ്കെയിൽ റീഡിംഗ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഹെഡ് സ്കെയിൽ റീഡിംഗിൽ ചെറിയ വ്യത്യാസം എന്തായാലും വരും. അന്നേരം നമ്മൾ എല്ലാ കോളും ഒരെണ്ണം കണ്ടുപിടിച്ചു. അതുപോലെ ഞാനിപ്പോൾ 3 റീഡിംഗ് എടുത്തുള്ളൂ. മിനിമം നിങ്ങളൊരു 5 ഒബ്സർവേഷൻ നിങ്ങൾ എടുത്തിരിക്കണം ഉറപ്പായിട്ടും. അന്നേരം PSR കോൺസ്റ്റന്റ് ആയിരിക്കും, HSRന് ചെറിയ വ്യത്യാസം വരും. എന്നിട്ട് ഞാൻ അതിൻ്റെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ മീൻ കണ്ടുപിടിച്ച് 4.95 എന്ന് കിട്ടി. എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ പേജിൽ തിക്നെസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് 4.95 മില്ലിമീറ്റർ ആണ്. അന്നേരം കാരണം എന്താണ്, മില്ലിമീറ്ററിലാണ് തിക്നെസ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം മില്ലിമീറ്ററിന് നമുക്ക് മീറ്റർ ആക്കി എഴുതണം. അന്നേരം 4.95 ഇൻറ്റു 10⁻³ മീറ്റർ. അന്നേരം നമ്മൾ തിക്നെസ് ഓൾറെഡി കണ്ടുപിടിച്ചു. നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ തിക്നെസ് ഇൻറ്റു ഏരിയ, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗ്രാഫ് പേപ്പർ കൊണ്ടുവന്നിട്ട് ഗ്രാഫ് പേപ്പർ ഉണ്ട്. ഇത് ഗ്രാഫ് പേപ്പറിനകത്തോട്ട് ഈ ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് പല രീതിയിൽ കൊണ്ടുവെക്കാം. ഞാൻ ഈ കുറച്ച് ഡാർക്കൻ ചെയ്ത വരയുടെ അവിടോട്ട് കൊണ്ടുവന്ന് ഞാനിങ്ങനെ ഇത് വെക്കുന്നു. എന്നിട്ട് ഞാൻ പെൻസിൽ സ്കെയിലും ഒക്കെ എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇത് എൻ്റെ ഔട്ടർ ലൈൻ ഞാനങ്ങ് വരച്ചെടുക്കുകയാണ്. ഔട്ടർ ലൈൻ വരച്ചെടുക്കുക. അത് ഏകദേശം ഇത് നമുക്ക് കിട്ടുന്ന ഔട്ടർ ലൈൻ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കണം. എന്നിട്ട് ഏകദേശം ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഔട്ടർ ലൈനാണ്. എന്നിട്ട് നമുക്ക് ഗ്ലാസ് പ്ലേറ്റ് പിന്നീട് നമുക്ക് ആ ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനകത്ത് ഇതൊരു ഫുൾ കോളമാണ്. ഒരു എക്സാമ്പിൾ, ഇതൊരു ഫുൾ കോളമാണെന്ന് വിചാരിക്കുക. ഈ ഫുൾ കോളത്തിനകത്ത് 100 ചെറിയ സബ് ഡിവിഷൻ കാണും. ചെറിയ ഡോട്ട് എന്ന് പറയുന്നത് 100 എണ്ണമാണ്. ഒരു ഫുൾ കോളം എന്ന് പറയുന്നത് 100 ചെറിയ സബ് ഡിവിഷൻ. അതിനകത്ത് ഒരു ചെറിയ ഡോട്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അവിടെ നിങ്ങൾ തെറ്റിക്കരുത്.
100 എണ്ണമാണ്. എന്നിട്ട് ഒരു ചെറിയ ഡോട്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അന്നേരം 100 എണ്ണം ആകുമ്പോൾ എത്ര വരും? 100 മില്ലിമീറ്റർ സ്ക്വയർ ആവും. പകുതി ആകുമ്പോൾ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 50 ആണ്. ഇത്രയും ഭാഗം 50 ആണ്. കാൽ ഭാഗം എന്ന് പറയുന്നത് 25 ആണ്. അന്നേരം നമുക്ക് എത്ര ഫുൾ കോളം ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടി നോക്കാം. ഇതിനകത്ത് ഫുൾ കോളം ഏകദേശം 1, 2, 3, 4, 5, 6, 7 ഇതൊക്കെ അങ്ങ് ഫുൾ കോളം 8, 9, 10, 11, 12, 13, 14, 15, 16 ഫുൾ കോളം. പിന്നെ ചെറിയ ചെറിയ വരകൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് അല്ലാതെ എണ്ണി നോക്കിയാൽ പോലും ഒരു 10, 16 വരെയുള്ളൂ. അന്നേരം മൊത്തത്തിലൊരു ഫുൾ കോളം എന്ന് പറയുമ്പോൾ 16 ഫുൾ കോളം. അന്നേരം 16 × 100 ആണ്. 16 × 100 എന്ന് പറഞ്ഞാൽ 1600 മില്ലിമീറ്റർ സ്ക്വയർ. അത് ഞാൻ ഇങ്ങോട്ട് കുറച്ചുകൂടെ വൃത്തിയാക്കി എഴുതി കാണിക്കാം. ഒരു ഏരിയ ഈസ് ഈക്വൽ ടു മൊത്തത്തിൽ 16 ഫുൾ കോളം. അന്നേരം 16 × 100 എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു 16,000 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ ചെറിയ വരകൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. ചെറിയ വരകൾ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 1600 കൂട്ടത്തിൽ 12 വരും. 1612 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ ഞാൻ ഏകദേശം ഒരു ഇതെടുത്താണ് ഏരിയ സിഗിലിട്ട്. നിങ്ങൾ ഏകദേശം എടുക്കരുത്. 1600 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ആ മില്ലിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയർ ആക്കണം. 1600 × 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഇപ്പം നമുക്ക് ഏരിയ കിട്ടി. അന്നേരം ഏരിയ ഇതുപോലെ വരയ്ക്കുക. അന്നേരം ശ്രദ്ധിക്കേണ്ട അതിനകത്ത് ഒരു ചെറിയ ഡോട്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അന്നേരം എത്ര ഫുൾ കോളം ഉണ്ട്, ബാക്കിയുള്ള ചെറിയ ചെറിയ വരകളെല്ലാം നിങ്ങൾ എണ്ണി എടുത്തിട്ട് കൃത്യമായിട്ട് ഏരിയ ഇതുപോലെ എഴുതുക. മില്ലിമീറ്റർ സ്ക്വയറിലായിരിക്കും കിട്ടുന്നതിന് മീറ്റർ സ്ക്വയർ ആക്കണം. × 10⁻⁻6 മീറ്റർ സ്ക്വയർ. എന്നിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ × തിക്നെസ്. നമ്മൾ നേരത്തെ തിക്നെസ് സ്ക്രൂ ഗേജ് വെച്ച് കണ്ടുപിടിച്ചു. ഇപ്പം ഏരിയ കിട്ടി. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്ലാസ് പ്ലേറ്റിന്റെ ഫൈനൽ വോളിയം. ഓക്കെ വാ. അപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പർ വെച്ച് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതി. അതായത് തിക്നെസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണം. ഏരിയ ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ഈക്വൽ നമുക്ക് കിട്ടിയത് 1600 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 1600 മില്ലിമീറ്റർ സ്ക്വയർ. അതിനെ മീറ്റർ സ്ക്വയർ ആക്കണം. എന്താണ്? 1600 × 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഓക്കെ. എന്നിട്ട് വോളിയം ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ × തിക്നെസ്. ഏരിയ എന്ന് പറയുന്നത് 1600 × 10⁻⁻6 × തിക്നെസ് എന്ന് പറയുന്നത് 4.95 × 10⁻3. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഈ പവർ എല്ലാം അവിടെ കിടന്നോട്ടെ. 1600 × 4.95 ചെയ്യുമ്പോൾ നമുക്ക് 7920 × പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10⁻6 × 10⁻3 എന്ന് പറഞ്ഞാൽ 10⁻9 ഇല്ലേ? പിന്നെ നിങ്ങൾ നോക്കുക, ഏരിയയുടെ മീറ്റർ സ്ക്വയറും ഇത് മീറ്ററുമാണ്. മീറ്റർ സ്ക്വയർ × മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ്. അന്നേരം വോളിയം ഓഫ് ഗ്ലാസ് പ്ലേറ്റ് കിട്ടി 7920 × 10⁻9 മീറ്റർ ക്യൂബ്. എന്നിട്ട് നമുക്ക് റിസൾട്ട് ആയിട്ട് അങ്ങ് എഴുതണം. വോളിയം ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു 7920 × 10⁻9 എഴുതിയാൽ പറ്റത്തില്ല. 10⁻9 മീറ്റർ ക്യൂബ്. ഇതാണ് കംപ്ലീറ്റ് വെർഷൻ ഓഫ് ഗ്ലാസ് പ്ലേറ്റ്. അതിൻ്റെ ഏരിയ തിക്നെസ് എല്ലാം കണ്ടുപിടിച്ച് വോളിയം കണ്ടുപിടിച്ച് റിസൾട്ട് എഴുതി. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് ലെഡ് ഷോട്ട് കണ്ടുപിടിക്കാം. ഇതേപോലെ ഈ സ്ക്രൂ ഗേജിൽ വെച്ച് നമുക്ക് ലെഡ് ഷോട്ട്, ചില വളരെ അപൂർവ സ്കൂളിൽ മാത്രമേ ഉള്ളൂ ലെഡ് ഷോട്ട്, ഇതുപോലെ കണ്ടുപിടിക്കാം. PSR HSR എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. വോളിയം 4/3 πr³ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതിൻ്റെ പകുതി റേഡിയസ് എടുക്കുക. എന്നിട്ട് 4/3 πr³ അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അന്നേരം ഇത്രയാണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന അപ്പാരറ്റസ്. അത് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇത്രയും ലെങ്തി ആകുന്ന വീഡിയോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു വരാം. പക്ഷേ നിങ്ങൾക്കിത് എപ്പം നോക്കിയാലും ഇത് മനസ്സിലാവുന്ന രീതിയിൽ വേണം എന്ന് വിചാരിച്ചാണ് ഇത് വളരെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആക്കുന്നത്. ഇത്രയാണ് സ്ക്രൂ ഗേജ്. ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിന് നമുക്ക് നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അതിന് കൂടുതലൊരു പ്രചോദനമാകും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ഷെയർ ചെയ്യുകയും ചെയ്തത്. ഓക്കെ. അതെ, ഇതാണ് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന അപ്പാരറ്റസ്. വളരെ ചെറിയൊരു അപ്പാരറ്റസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ വർക്കിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
അതിന്റെ വയറിന്റെയും ഗ്ലാസ് പ്ലേറ്റിന്റെ ഒക്കെ എല്ലാം വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നേരം ഇതേപോലെ ആയിരിക്കും നമ്മൾ ഓരോ അപ്പാരറ്റസും ചെയ്യുന്നത്. നല്ല കഷ്ടപ്പെട്ടാണ് ഓരോ ലാബും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും കൂടുതൽ എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് വരാം. നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ വാ.